നമസ്കാരം. അങ്കമലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് റിലീസ് തന്നെയാണ് വീണ്ടും ചർച്ച ചെയ്യുന്ന കാര്യം, അതും മോഹൻലാലിൻ്റെ. ലാലേട്ടൻ്റെ സ്റ്റാർഡം എന്താണെന്നൊക്കെ റിലീസിൻ്റെ കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ധാരണകളുണ്ട്. കാരണം അദ്ദേഹം അന്നുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ലെഗസി അതാണ്. അത്തരത്തിലുള്ള സിനിമകളായിരുന്നു 90കളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതിന് റിപ്പീറ്റ് വാല്യൂ കൂടും. അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾ തെരഞ്ഞുപിടിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ വിജയത്തിൻ്റെ ഒരു ചരിത്രം തന്നെ കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതിപ്പോൾ ഏത് നടൻ്റേതാണെങ്കിലും അത്തരത്തിലുള്ള സിനിമകൾ, അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള സിനിമകൾ, റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകൾ കൊണ്ടുവരികയാണെങ്കിൽ അത് വലിയൊരു വിജയം തന്നെ കരസ്ഥമാക്കും. പ്രത്യേകിച്ച് ലാലേട്ടനാകുമ്പോൾ അതിൻ്റെ ഒരു ആക്കമൊന്ന് കൂടുമെന്ന് മാത്രം. കാരണം ആ എൽ ബ്രാൻഡിൻ്റെ വില എന്താണെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്തൊരു സിനിമ പുതിയതായിട്ട് വരാനുള്ള കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഉസ്താദിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. മാത്രമല്ല ഒട്ടനവധി സിനിമകളാണ് ഈ വരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങാനിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് ഉദയനാണ് താരം. ഒപ്പം തന്നെ നമുക്കറിയാം 2020 ഒരുങ്ങുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാലാപാനിയും നരനും നരസിംഹവും എല്ലാം ഒരുങ്ങുന്നുണ്ടെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഉദയനാണ് താരം എന്തായാലും കൺഫേംഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. മാത്രമല്ല കാക്കക്കുയിലും അത്തരത്തിൽ അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നുള്ള വിശേഷങ്ങളിൽ വരുന്നൊരു സിനിമയാണ്. അതുപോലെ ഏറ്റവും അടുത്ത വ്യക്തികളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഗുരു എന്ന സിനിമ ഈ വർഷം അവസാനത്തോടു കൂടി നമ്മുടെ റിലീസ് തരംഗത്തിൽ വീണ്ടും വരാനിരിക്കുകയാണ്. എത്രത്തോളം വിജയം നേടുമെന്ന കാര്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും റിലീസിലെ എൻ്റർടൈൻമെൻറ്റ് വാല്യുള്ള സിനിമകൾക്കാണ് കൂടുതൽ വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഒട്ടും മോശമാക്കിയിട്ടില്ല മണിച്ചിത്രത്താഴും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ദേവദൂതൻ എന്ന ചിത്രവും. അതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസുള്ളൊരു സിനിമ എന്നതിനേക്കാൾ ഉപരി ഈ രണ്ട് സിനിമകൾക്കും അതിൻ്റേതായിട്ടുള്ളൊരു വ്യതിരക്തതയും വ്യത്യസ്തതയുമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ഒരു സിനിമയുടെ വിജയഘടകം. കാരണം ആ സിനിമ നന്നാവുകയാണെങ്കിൽ അതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ഒരു പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല എൻ്റർടൈൻമെൻറ്റ്. ചിലർക്ക് ആ എൻ്റർടൈൻമെൻറ്റിൻ്റെ അർത്ഥം മറ്റൊരു തരത്തിലായിരിക്കാം. ഏതായാലും ഈ സിനിമകളെല്ലാം തന്നെ വരികയാണെങ്കിൽ അത് വലിയൊരു നേരമ്പോക്ക് തന്നെയായിരിക്കും. തേന്മാവിൻ കൊമ്പത്ത്, അതുപോലെ സമ്മറിൻ ബദ്രഹം, ഇത്തരം സിനിമകളൊക്കെ തന്നെ റിലീസിന് ഒരുങ്ങുന്നുണ്ടെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല ഒട്ടനവധി പഴയ സിനിമകളും അത്തരത്തിൽ പരാജയപ്പെട്ട സിനിമകൾ വരെ അത്തരത്തിൽ റിലീസിങ്ങിനായിട്ട് ഒരുങ്ങുന്നുണ്ടെന്ന് കേൾക്കുന്നു. അത് ഏതൊക്കെയാണെന്നൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇപ്പോൾ കാലാപാനി എന്ന സിനിമ അക്കാലത്ത് വലിയൊരു വിജയം നേടാൻ പറ്റാതെ പോയി അതിൻ്റെ മുടക്കുമുതൽ കൊണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ഒരു സിനിമ കൂടി റിലീസിങ്ങിന് എത്തുന്നു എന്ന് പറയുമ്പോൾ അത് ഇപ്പോഴത്തെ സാഹചര്യം നല്ല രീതിയിൽ മുതലാക്കാൻ പറ്റുകയാണെങ്കിൽ, അത് 4K റെസൊല്യൂഷൻ വരികയാണെങ്കിൽ അതൊരു വലിയ വിജയം തന്നെയായിരിക്കും നേടുക. അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഏതായാലും ഇനിയും അത്തരത്തിൽ ഒരുപാട് സിനിമകൾ ലാലേട്ടൻ്റെതായിട്ട് വരാനുണ്ട്. ഇപ്പോൾ നരനും നരസിംഹവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമകൾ തന്നെയാണ്. അതൊക്കെ വരികയാണെങ്കിൽ തിയേറ്റർ വലിയൊരു ഓളം തന്നെ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ലാലേട്ടൻ്റെ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അക്കാര്യം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ എല്ലാവർക്കും ബൈ.